ബാറ്റിംഗിലെ പ്രതിഭ കൊണ്ടും താരമൂല്യം കൊണ്ടും സ്മൃതി മന്ദാനയെ വനിതാ ക്രിക്കറ്റിലെ വിരാട് കോഹ്ലി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ക്രിക്കറ്റ് ലോകം. സമ്പാദ്യം കൊണ്ടും ബ്രാൻഡ് അംഗീകാരങ്ങളിലൂടെയും മന്ദാന മറ്റ് വനിതാ കായിക താരങ്ങളെ കടത്തിവെട്ടിയിരിക്കുകയാണിപ്പോൾ. ലോകത്തെ ഏറ്റവും സമ്പന്നയായ നാലാമത്തെ വനിതാ ക്രിക്കറ്ററാണ് സ്മൃതി മന്ദാന എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വർഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ആദ്യ വനിതാ പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് നയിച്ചത് സ്മൃതി മന്ദാനയുടെ മത്സര മികവും നേതൃത്വ ഗുണവും കൂടിയാണ്. മന്ദാനയുടെ കരിയറിലെ സുപ്രധാന നാഴികക്കല്ലാണ് പ്രീമിയർ ലീഗ് കിരീടം. മന്ദാനയുടെ താരമൂല്യവും ബ്രാൻഡ് മൂല്യവും ഉയർത്താൻ ഇത് കാരണമായിട്ടുണ്ട്. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ കിടിലൻ പ്രകടനം കാഴ്ചവെക്കുന്ന മന്ദാന കഴിഞ്ഞ മാസം ICCയുടെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരത്തിനും അർഹയായി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ മാസ്മരിക ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ച മന്ദാന 3 തകർപ്പൻ സെഞ്ചുറികളാണ് അന്ന് അടിച്ചുകൂട്ടിയത്. കായിക രംഗത്തോടുള്ള കുടുംബത്തിന്റെ അഭിനിവേശത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മന്ദാന ക്രിക്കറ്റ് പിച്ചിലേക്ക് നടന്നെത്തുന്നത്. 1996 ജൂലൈ 18 മുംബൈയിലാണ് ജനനം. ഇന്ന് മന്ദാനയുടെ 29ാം പിറന്നാൾ ദിനമാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റിലേക്ക് കടന്നു വരാൻ അച്ഛനും സഹോദരനുമാണ് മന്ദാനയെ സഹായിച്ചത്. ക്രിക്കറ്റിൽ സജീവമായിരുന്ന അച്ഛനും സഹോദരനുമായിരുന്നു മന്ദാനയുടെ ആദ്യകാലത്തെ ക്രിക്കറ്റ് പരിശീലകർ. ഇന്ത്യക്കായി ഏകദിനത്തിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരങ്ങളിൽ മിതാലി രാജിനും നിലവിലെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗറിനും ശേഷം 3ാം സ്ഥാനത്താണ് മന്ദാനയുള്ളത്. T20യിൽ 2ാം സ്ഥാനത്തും മന്ദാനയുണ്ട്. 2013 ബംഗ്ലാദേശിനെതിരായ T20 മത്സരത്തോടെയാണ് സ്മൃതി മന്ദാന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്നത്. പിന്നീട് ലോകമെമ്പാടും ആരാധകരുള്ള പ്രശസ്ത വനിതാ ക്രിക്കറ്ററായി സ്മൃതി മന്ദാന വളർന്നു. 2018ലും 2021ലും ICC വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വനിതാ ക്രിക്കറ്റിന്റെ നെടുന്തൂണായി മാറിയ മന്ദാന പതിയെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായി ഉയരുകയായിരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സ്മൃതി മന്ദാനയുടെ ആസ്തി ഏകദേശം 33 കോടി രൂപയോളമാണ്. ക്രിക്കറ്റ് കരിയറിലൂടെയും വിവിധ ബ്രാൻഡ് അംഗീകാരങ്ങളിലൂടെയുമാണ് ഈ ശ്രദ്ധേയമായ നേട്ടം ഉണ്ടായിട്ടുള്ളത്. BCCIയുമായുള്ള വാർഷിക കരാർ പ്രകാരം ഒരു വർഷം 50 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളിലെ മാച്ച് ഫ്രീ പ്രകാരം ടെസ്റ്റ്, ഏകദിനം, T20 എന്നിവയിലൂടെ 4 ലക്ഷം, 2 ലക്ഷം, 2.5 ലക്ഷം രൂപ എന്നിങ്ങനെ ലഭിക്കുന്നുണ്ട്. WPL, WBBL, 100 തുടങ്ങിയ ടൂർണമെന്റ് ഫ്രാഞ്ചൈസികളിൽ നിന്നും ലഭിക്കുന്ന വലിയ തുകകൾക്ക് പുറമെയാണിത്. WBBLൽ നിന്ന് 3 ലക്ഷം രൂപയും ഇംഗ്ലണ്ടിലെ 100 ടൂർണമെന്റിൽ $75,000 മന്ദാനയ്ക്ക് ഫീസായി ലഭിക്കുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വിമൻസിന് നൽകിയ സേവനങ്ങൾക്ക് 3.3 കോടി രൂപയാണ് മന്ദാനയ്ക്ക് ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മൈതാനത്തിനകത്തും പുറത്തും നിരവധി ആരാധകരുള്ള സൂപ്പർ താരമായി വളർന്നതോടെ നിരവധി പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ മന്ദാനയെ തേടിയെത്തിയിരുന്നു. ക്രിക്കറ്റിലെ റോൾ മോഡലായി വളർന്ന മന്ദാന ഇന്ത്യൻ കായിക വ്യവസായത്തിലെ ഏറ്റവും ശ്രദ്ധേയ വ്യക്തികളിൽ മുൻനിരയിലാണ് ഇപ്പോഴുള്ളത്. വർഷങ്ങളായി നിരവധി ബ്രാൻഡുകളുമായുള്ള കരാറുകളിലൂടെയാണ് സമ്പാദ്യം ഗണ്യമായി വർദ്ധിച്ചത്. ഹീറോ, ബാറ്റ, ബൂസ്റ്റ് തുടങ്ങി നിരവധി പ്രമുഖ ബ്രാൻഡുകളുടെ അംബാസഡർ കൂടിയാണ് സ്മൃതി മന്ദാന. ഇതുവരെയുള്ള സ്മൃതി മന്ദാനയുടെ ആസ്തി റിപ്പോർട്ട് നോക്കിയാൽ 2024ൽ $40 ലക്ഷം, 2023ൽ $39 ലക്ഷം, 2022ൽ $35 ലക്ഷം, 2021ലെ കണക്ക് നോക്കിയാൽ $29 ലക്ഷം, 2020ൽ $26 ലക്ഷം, 2019ൽ $18 ലക്ഷം, 2018ൽ $10 ലക്ഷം എന്നിങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്.